ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ഇടവകയിൽ ഇത്തവണ വിശ്വാസോത്സവത്തിന് പകരം കുട്ടികൾക്ക് ക്രിസ്ത്യൻ ധ്യാനമാണ് നടക്കുന്നത്. അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ധ്യാനം നയിക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവിനാൽ പ്രത്യേക അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഭയമുള്ള വ്യക്തിയായിരുന്നു കേട്ടോ. ഇരുട്ടിനെ ഭയമായിരുന്നു. ഒരു മുറിയിൽ തനിച്ചിരിക്കാൻ എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് തന്നെ പോയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഭയങ്കര ഭയമായിരുന്നു, പേടിയായിരുന്നു. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയൊക്കെ കറണ്ട് പോയാൽ കാർക്ക് കരയായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ അമ്മച്ചി പറയുമായിരുന്നു, ഈശോ കൂടെയുള്ള ആൾക്ക് എന്തിനാടി പേടിക്കണേന്ന് ചോദിച്ചു വഴക്ക് പറയാം. പക്ഷെ അതൊന്നും മനസ്സിൽ അങ്ങ് തങ്ങിയില്ല. പിന്നെ ക്രിസ്ത്യൻ ധ്യാനത്തിന് കൂടിയപ്പോഴാണ് ഭയം വിട്ടുമാറിയത്. ഇപ്പോൾ എവിടെ തനിച്ചിരിക്കാനും ഇരുട്ടത്തിരിക്കാനും ഇരുട്ടത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും എനിക്ക് ഭയമില്ല. അതങ്ങനെ ക്രിസ്ത്യൻ ധ്യാനം കൂടിയതുകൊണ്ടാണ് മാറി കിട്ടിയത് കേട്ടോ. പിന്നെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തി ഇപ്പോൾ ഈശോ മാത്രമാണെന്നും നമ്മെ സൃഷ്ടിച്ചതും പരിപാലിച്ചതും യേശുവാണെന്നും യേശു നമുക്ക് വേണ്ടി പിട സഹിച്ചു മരിച്ചു, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിട സഹിച്ചു മരിച്ചു, മൂന്നാം ദിവസം ഉത്ഥിതനായെന്നും കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി മാറ്റുമെന്നുമൊക്കെ ഉള്ളൊരു വിശ്വാസം ഹൃദയത്തിൽ ആഴപ്പെട്ടു. അപ്പോൾ എല്ലാവരും ക്രിസ്ത്യൻ ധ്യാനം പ്രാർത്ഥനയോടെ ഒരുങ്ങി കൂടുമല്ലോ മക്കളെ. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ വിജയത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ണീശോ സ്നേഹമായി അനുഭവപ്പെടാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.